6-ാം ദിവസത്തെ യുദ്ധം. അന്ന് രണ്ട് ഭാഗത്തുള്ളവരും യുദ്ധസന്നദ്ധരായി യുദ്ധഭൂമിയിൽ എത്തുന്നു. യുധിഷ്ഠിരൻ നിർദ്ദേശിച്ചതനുസരിച്ച് ദൃഷ്ടദ്യുമ്നൻ മകരവ്യൂഹം ചമച്ചു. സൈനികരെല്ലാം ഓരോ ഭാഗങ്ങളിലായി നിലയുറപ്പിക്കുന്നു. ഇത് കണ്ട് ഭീഷ്മർ അന്ന് മഹാക്രൗഞ്ചം എന്ന വ്യൂഹമാണ് ചമച്ചത്. ദ്രോണർ, കൃപർ മുതലായവരെല്ലാം അതിൽ ഓരോ ഭാഗത്തും നിലയുറപ്പിച്ചു. അന്ന് പാണ്ഡവരാണ് തുടക്കമിട്ടത്. ഭീമസേനൻ ദ്രോണരോട് ഏറ്റുമുട്ടി. ക്രോധം കൊണ്ട് ജ്വലിച്ച ദ്രോണർ പാണ്ഡവ സൈന്യത്തെ തലങ്ങും വിലങ്ങും നശിപ്പിക്കുവാൻ ആരംഭിച്ചു. ഭീമനും അർജുനനും അതേപോലെ തന്നെ കൗരവപ്പടയെ തകർത്തു മുന്നേറി. നിരവധി പേരെ കൊന്നു വീഴ്ത്തി. വ്യൂഹങ്ങൾ രണ്ടും പിളർന്നു. ആ ഭീകരയുദ്ധത്തിൽ കൗരവർ വീണ്ടും തളരുന്നു. സഞ്ജയനിങ്ങനെ യുദ്ധവിവരണങ്ങൾ തുടരുമ്പോൾ ധൃതരാഷ്ട്രർ ചിന്തിക്കുകയാണ്, അവസാനം ഭീമസേനൻ എൻ്റെ മക്കളെയെല്ലാം വധിക്കും. ദേവന്മാർ പോലും പാണ്ഡവരെ സഹായിക്കുവാനെത്തും. ഇതെല്ലാം എനിക്ക് സഹിക്കേണ്ടി വന്നുവല്ലോ സഞ്ജയ. ധൃതരാഷ്ട്രർ വേദനയോടെ പറയുന്നു.